ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിവിടെ സ്കൂളിലെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മേക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. ഞാൻ ഫാൻസി ഡ്രസ്സിന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ് മേക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ റെഡ് കളർ ഫാബ്രിക് എടുത്തതിന് ശേഷം അതിന് ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ച് കളർ ചെയ്യുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡിസൈൻ ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. നമ്മൾ ഡെസ്നിയുടെ മോണയുടെ ഡ്രസ്സാണ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ മെഷീൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മൾ മാമിയുടെ വീട്ടിലേക്ക് ഡ്രസ്സ് തയ്ക്കാനായിട്ട് പോവുകയാണ്. അമ്മ ഓൾറെഡി വീട്ടിലുണ്ട്. നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഞാൻ ഈ കൈയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ വീടിന് തൊട്ടടുത്താണ്. നമ്മൾ വണ്ടിയിൽ കിങ്ങിണിയുടെ വീട്ടിലെത്തി. മാമൻ്റെ മോളുടെ പേരാണ് കിങ്ങിണി എന്ന്. അവരുടെ വീട്ടിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ഒരു അമ്പലമുണ്ട്. ചെറിയൊരു അമ്പലമാണ്. ഇതാണ് കിങ്ങിണിയുടെ വീട്ടിലേക്ക് പോണ വഴി. അവരുടെ വീടെത്തി. ഇതാണ് എൻ്റെ മാമൻ്റെ വീട്. അവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് കിങ്ങിണിയുടെ അമ്മാമ്മ ഇരിപ്പുണ്ട്. നമ്മുടെ മെഷീൻ എന്ത് കംപ്ലൈൻ്റ് ആണെന്ന് അറിഞ്ഞില്ല. ഇതാണ് അമ്മാമ്മ 2 ദിവസമായി അവിടെ ഉണ്ട്. എൻ്റെ അമ്മ അവൾ ബേബി ക്യൂണിൻ്റെ ഡ്രസ്സിനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇടാനായിട്ടുള്ള ക്യാൻ സ്കർട്ടാണ് അമ്മ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചിട്ട് ക്യാൻ സ്കർട്ട് തയ്ക്കുകയാണ് ചെയ്യണത്. നല്ല ബുദ്ധിമുട്ടുള്ള ഡ്രസ്സ് മേക്കിങ് നല്ല പാടുണ്ട്. എന്ന് വെച്ചാൽ മെഷീന് അത്ര പോരാ. അതുകൊണ്ട് നമ്മൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ നല്ല ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ അല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മാമി പഴുത്ത ചക്ക കൊണ്ടുവന്നത്. അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മ എല്ലാ ഡ്രസ്സും ഒക്കെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.